ചാലക്കുടി മുരിങ്ങൂരിൽ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. 3 കിലോമീറ്റർ ദൂരത്തിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. ദേശീയപാതയുടെ മോശം അവസ്ഥയാണ് ബ്ലോക്കിന് കാരണം. കഴിഞ്ഞ ദിവസം റോഡിന്റെ മോശം അവസ്ഥയിൽ ദേശീയപാത അതോറിറ്റിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതിയും ഹൈക്കോടതിയും രംഗത്തെത്തിയിരുന്നു. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഇപ്പോഴും ഗതാഗത കുരുക്ക് രൂക്ഷമായി തുടരുകയാണോ? എന്താണ് നിലവിലത്തെ അവിടുത്തെ സാഹചര്യം? സിന്ധുരി, വളരെ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലുള്ളത്. ഏറ്റവും പ്രധാനമായും കൂടുതൽ കുരുക്കുള്ളത് തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ഭാഗത്താണ്. ശരിക്ക് ഈ തൃശ്ശൂരിലെ പാലിയക്കര ടോൾ പ്ലാസ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബ്ലോക്ക് തന്നെയാണെന്ന് തന്നെ പറയാം. കാരണം പലയിടത്ത് 3 അടിപ്പാത നിർമ്മാണം ഈ റോഡിൽ നടക്കുന്നുണ്ട്. ഈ അടിപ്പാത നിർമ്മാണം തുടങ്ങിയത് മുതൽ തന്നെ വലിയ ഗതാഗത കുരുക്ക് എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സാധാരണ നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ഗതാഗത കുരുക്കാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയും വലിയ തോതിൽ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ഇന്നും മുരിങ്ങൂർ ഭാഗത്ത് നിന്ന് മുതൽ, മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട്, ആ പ്രദേശം മുതൽ ഇന്നലെ ചാലക്കുടി പാലം വരെ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം വിട്ട് അവിടെ നിന്ന്, അതായത് മുരിങ്ങൂരിൽ തുടങ്ങുന്ന ഗതാഗത കുരുക്ക് മുരിങ്ങൂർ, തുടർന്ന് അതിനുശേഷം ചാലക്കുടി ഡിവൈൻ നഗർ, അവിടെ അത് കഴിഞ്ഞാൽ ചാലക്കുടി പാലം, ഈ മുരിങ്ങൂർ മേൽപ്പാലം, അത് കഴിഞ്ഞാൽ ചാലക്കുടി മേൽപ്പാലം, ഇവിടെ നിന്നെല്ലാം കടന്ന് പോട്ട വരെ ഗതാഗത കുരുക്ക് നീണ്ടിരിക്കുന്നു. കൊടകരയ്ക്ക് അടുത്ത് വരെത്തേക്ക് നീളുന്ന നിലയിലേക്കാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടമായി ഈ പുതുക്കാട് ഭാഗത്ത് നിർമ്മാണം നടക്കുന്ന ഒരു അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട്. ആ പ്രദേശത്ത് അവിടെ നിന്ന് വീണ്ടും വടക്കോട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് മുഴുവൻ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. ഇതിനിടയിലുള്ള ഭാഗത്ത് ഗതാഗത കുരുക്ക് അല്പം കുറവാണെങ്കിൽ കൂടി ഈ വാഹനങ്ങൾ ഒരു സ്ഥലം പിന്നിട്ട് വരുന്ന, പുതുക്കാട് പിന്നിട്ട് വരുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾക്ക് പിന്നിലേക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആംബുലൻസിന് പോലും കടന്നു പോകാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ തൃശ്ശൂർ ഭാഗത്തേക്ക് വലിയ തോതിൽ ഗതാഗത കുരുക്കില്ല, വാഹനങ്ങൾ സുഗമമായി കടന്നു പോകുന്നുണ്ട്. എറണാകുളം ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ളത്. അത് കഴിഞ്ഞാൽ ഈ പുതുക്കാട് പിന്നിട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പിന്നെ നിരനിരയായി ആമ്പല്ലൂർ ജംഗ്ഷൻ, അതിനപ്പുറത്തേക്ക് പിന്നിലേക്ക് അങ്ങനെ വരി നീണ്ട് പാലിയേക്കര വരെ നീളുന്ന രീതിയിൽ, അതായത് തൃശ്ശൂർ ജില്ലയുടെ ഈ ദേശീയപാതയുള്ള ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളാണ് ഈ മുരിങ്ങൂർ മുതൽ പാലിയേക്കര വരെയുള്ള പ്രദേശങ്ങൾ. ഈ പ്രദേശത്ത് മുഴുവൻ ഇപ്പോൾ വലിയ ഗതാഗത കുരുക്കാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വാഹനങ്ങൾ മണിക്കൂറുകൾ എടുത്താണ് തൃശ്ശൂരിലെ ഈ ദേശീയപാത താണ്ടി മറ്റു ഭാഗങ്ങൾ, എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ടത്. തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നുമൊക്കെ എറണാകുളം, കോട്ടയം ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങളാണ് പലതും. ഇതിനിടയിൽ ഇന്നലെ രാത്രി ഒരു തടിലോറി ഈ ദേശീയപാതയിൽ മറിഞ്ഞതും വലിയ ഗതാഗത കുരുക്കിന് രാത്രി മുതൽ തന്നെ കാരണമായിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായുള്ള വലിയ ഗതാഗത കുരുക്കാണ് ഇന്നിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ വലിയ ഗതാഗത കുരുക്കായിരുന്നു. ഇന്നലെ നിരവധി വാഹനങ്ങൾ, യാത്രാവാഹനങ്ങൾ മണിക്കൂറുകളോളം ഈ ഗതാഗത കുരുക്ക് പിന്നിട്ട് ഇരുവശത്തേക്കും പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്നും ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് ഇപ്പോൾ ഉള്ളത് എറണാകുളം ഭാഗത്തേക്കാണ്. അത് ഏറ്റവും അധികം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് ഈ മുരിങ്ങൂർ മുതൽ ആമ്പല്ലൂർ വരെയുള്ള പ്രദേശങ്ങൾക്കിടയിലാണ്. ഗതാഗത കുരുക്ക് മുരിങ്ങൂർ മുതൽ പോട്ട വരെയുള്ള ഭാഗത്ത് വലിയ ഗതാഗത കുരുക്കാണ്. അത് കഴിഞ്ഞാൽ അല്പം വലിയ തിരക്കില്ലെങ്കിൽ കൂടി പുതുക്കാട് മുതൽ ആമ്പല്ലൂർ വരെയുള്ള ഭാഗത്തും വാഹനങ്ങൾ വളരെ പതിയെ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. മണിക്കൂറുകൾ എടുത്താണ് ഒരുപക്ഷെ ഓരോ കിലോമീറ്റർ ദൂരവും പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. ആ നിലയിലാണ് ഇപ്പോൾ ഗതാഗത കുരുക്ക്.